ഹലോ. അപ്പം ഇന്ന് നമുക്ക് ഒരു വ്ളോഗായാലോ? ഞങ്ങളുടെ നാട്ടിലെ കോട്ടപ്പുറം ഫെസ്റ്റിന് പോയ ഒരു ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞ ഫെസ്റ്റിന് പോയ ഒരു വ്ളോഗാണ് ഇത്. ഇപ്പോൾ എൻ്റർ ചെയ്യാണ്, ടിക്കറ്റ് എടുത്തിട്ട് എൻ്റർ ചെയ്യണ ഇതാണ് ഇപ്പോൾ കാണിക്കണത്. മേലക്കാണ് പോകേണ്ടത്. അപ്പോൾ ടിക്കറ്റ് ഇട്ടിട്ട് എൻ്റർ ചെയ്യാണ്. ഇതാ ഇവിടെ കാണും ലണ്ടൻ സിറ്റി, വെൽക്കം ടു ലണ്ടൻ സിറ്റിന്ന്. ഇത് കോട്ടക് സെക്ഷനാണ്. ഇത് നല്ല വലുതായിരുന്നു, കാണുന്ന പോലെ അല്ല, നല്ല വലുതായിരുന്നു. പിന്നെ ഒരു ബേർഡ് സെക്ഷനാണ് ഞങ്ങൾ പോയതെന്ന് തോന്നണം. ഞങ്ങൾ രാത്രിയാണ് പോയത്, അതുകൊണ്ട് ഫുൾ ലൈറ്റ് ആയിരുന്നു. ഈ ബേർഡ് സെക്ഷൻ അല്ല, ഞങ്ങൾ ഇതേപോലെ കുറേ ബിൽഡിങ്സ് ഉണ്ടാക്കിയിട്ട് ഷെർലോക്ക് ഹോംലെസ് അങ്ങനെ പോലെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഇതും മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. കുറേ സ്ഥലം ഉണ്ടെങ്കിൽ അതുവരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനിയാണ് നമ്മൾ ബേർഡ് സെക്ഷനിൽ പോണത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ എൻട്രൻസ്. നല്ല രസമുണ്ടായിരുന്നു. ആ ഫുൾ ലൈറ്റ് സൈഡിൽ ഫുള്ള് കവറായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ ബേർഡ്സ് വരും. ഇപ്പോൾ ഇതേപോലെ കുറേ ശില്പങ്ങളുണ്ട്. ഇതേപോലെ ആന ഉണ്ട്, 2 ആന. ഇതൊക്കെ മൂവിങ് ആണ്, നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. 2 ആന ഉണ്ടായിരുന്നു. പിന്നെ വന്നത് ഒരു സിംഹമാണ്. സിംഹൻ്റെ അങ്ങനെ തല ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചീറ്റ അങ്ങനെ ഇതാന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഒരു സീബ്ര ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഹിപ്പോപ്പൊട്ടാമസ്, കങ്കാരുന്ന് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ കരടി, അതേപോലെ ചിമ്പാൻസി, അങ്ങനെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. ഒരുവിധം എല്ലാ ആനിമൽസും ഇവിടെ ഇങ്ങനെ ശില്പമായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്നു. ജിറാഫ് വരെ എല്ലാതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവതാറിലെ ഒരാളുണ്ടല്ലോ, അതും കണ്ടു. 2 ആളെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് ഒരു ചിമ്പാൻസി ഇങ്ങനെ കൈയട്ടി നിൽക്കുന്നത് കണ്ടു. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കിളി. കുറേ കിളികളുണ്ടായിരുന്നു. അത് ഒന്നിൻ്റെ പേരൊന്നും അറിയില്ല എനിക്ക്. കുറേ കിളികളുണ്ടായിരുന്നു, കോഴി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചത് എലിയാണ്. എലിൻ്റെ അവിടെ നല്ല മണമായിരുന്നു. കിളികൾ മാത്രമല്ല, ഇങ്ങനെ മുയൽ വരെ ഉണ്ടായിരുന്നു അവിടെ. അത് ഈ മക്കാവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മക്കാവ്, ആ പാരറ്റ് ഉണ്ടല്ലോ, കൂടുതലായിട്ട് പാരറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങനെ നമുക്ക് അവിടെ ആ റൈറ്റ് സെക്ഷനിൽ പാമ്പിനെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കടയാണ്. നമുക്ക് ഇങ്ങനെ എൻട്രൻസ് ചെയ്ത് നോക്കിയാൽ ഇങ്ങനെ പഴയകാല മുട്ടായികൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടർക്കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്തു. ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. ഫസ്റ്റ് ദുബയാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ദുബക്ക് ഇത് കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് അവൾക്ക് കൊടുത്തിട്ട് പറ്റിച്ച്. ടർക്കിഷ് ഐസ്ക്രീം ആയിരുന്നു. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരിത്. അടുത്തതായിട്ട് ട്രൈ ചെയ്തത് ജോസയായിരുന്നു. അവിടെ 3 ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ദുവ ചൂസ് ചെയ്തത് ചോക്ലേറ്റ് ആയിരുന്നു. അപ്പോൾ ജോസ ചൂസ് ചെയ്തത് സ്ട്രോബെറി ആയിരുന്നു. ഏറ്റവും നന്നായിട്ടുള്ളത് ഇതിൽ ടർക്കിഷ് ഐസ്ക്രീം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജോസ് ട്രൈ ചെയ്തിട്ട് ജോസിൻ്റെ മേത്തൊക്കെ ആയിരുന്നു. അതിൽ ആർക്കും അത് പിടിക്കാൻ പറ്റിയിട്ടില്ല ടർക്കിഷ് ഐസ്ക്രീം. ഏറ്റവും നല്ല രസം ഇതേപോലെ ആ കോണിങ്ങനെ മാറ്റിയിട്ട് വെക്കണമായിരുന്നു. ഇതിൽ ജോസ ചമ്മിപ്പോയി. കാരണം ജോസിനെ കോൺ കൊടുത്തിട്ട് പറ്റിച്ച് ലാസ്റ്റ് അവൾക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഒരു കോണ് വാങ്ങി. പിന്നെ ഞങ്ങൾ റൈഡിലായിരുന്നു കയറിയത്. ആ ഒരു റൈഡിൽ കയറിയിരുന്നു, ഒരു തീവണ്ടി പോലുള്ള അതിലും കയറി. പിന്നെ സ്റ്റേജ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൽ കുറേ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതേപോലെ പാട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗും ഇതുവരെ തീരെയാണ്. പക്ഷേ ലാസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കുലുക്കി സർബത്ത് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അത് നല്ല രസമായിരുന്നു, ഇങ്ങനെ ഇട്ട് കുലുക്കണ കാണാൻ. അത് ഞങ്ങൾ എടുത്തത് ഫാഷൻ ഫ്രൂട്ട് ആയിരുന്നു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ഫാഷൻ ഫ്രൂട്ട് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ.